ഇങ്ങനെ പോയാലും എങ്ങനെയാണ് ശരിയാവുക? നമ്മളൊരു പരസ്യം ചെയ്തിട്ട് കാലം കുറയായില്ലേ. നമ്മൾ അനൂപിന്റെ കമ്പനി ഇപ്പം അത്യാവശ്യം വലിയൊരു കമ്പനി അല്ലേ, നമുക്ക് അവനും സമീപിച്ചാലോ? ചിലപ്പോൾ അവൻ്റെ ഒരു ആഡ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടാലോ? എടാ അനൂപ്, അനൂപേ, ആരേത് അനൂപ? നീ വലിയ ബിസിനസ് എല്ലാം തുടങ്ങി കേട്ടല്ലോ. എടാ ലൈഫിൽ രക്ഷപ്പെടണ്ടേ, അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച്. അത് നല്ലതാ. അപ്പം എല്ലാം സെറ്റാവട്ടെ. അല്ലടാ, ഞാൻ വന്നത് നിങ്ങളൊരു ഹെൽപ്പിന് വേണ്ടിയായിരുന്നു. നമ്മളെ ഹെൽപ്പാ? നീ കാര്യം പറ. ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലിടാൻ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് വീഡിയോസ് ചെറിയ എമൗണ്ടിൽ എന്തെങ്കിലും സെറ്റാക്കി തരാൻ പറ്റുമെന്ന് അറിയണം. നമ്മളങ്ങനെ ചെറിയ വർക്കൊന്നും ഇപ്പോൾ ചെയ്യലില്ല. നീ നമ്മളെ ഫ്രണ്ട് അല്ലേ, അപ്പോൾ റെഡി ആക്കടാ. നീ വിട്ടോടാ, നമ്മളെ പരസ്യം കൊണ്ട് നിന്റെ ബ്രാൻഡ് വലുതാവുന്നുണ്ടെങ്കിൽ സന്തോഷമല്ലേ? ശരിയടാ, താങ്ക്സ്. പിന്നെ അവൻ്റെ ഉണക്ക കമ്പനിക്ക് പരസ്യം എടുത്ത് കൊടുക്കാനാണ് നമ്മൾ പുതിയ ലെൻസിൽ വാങ്ങിയത്. ഈവനല്ലേ എന്താവാനാന്ന്, പിന്നെ ബിസിനസ്. എടാ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത ഇവനല്ലേ ഏത് ബാങ്കിൽ ലോൺ കൊടുത്തുന്ന? ഇവൻ ആ പഴയ വാർപ്പിന്റെ പണിക്ക് തന്നെ പോയാൽ മതിയായിരുന്നു. ഇവൻ്റെ എല്ലാം തുക്കട കമ്പനിക്ക് പരസ്യം ചെയ്ത് നമ്മളെ വില കൊടുക്കാൻ ഞാനില്ലേ? പിന്നെ ഞാനാ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. സർ, നമ്മളെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നായിരുന്നു. അറിയാലോ, ഇതിപ്പോൾ അത്യാവശ്യം ഗ്രോത്തുള്ള കമ്പനിയാണ്. സോ കുറച്ച് സ്റ്റാൻഡേർഡുള്ള അഡ്വർടൈസിങ് കമ്പനിയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുള്ളൂ. സോറി.